മഴക്കെടുതിയിൽ ഇന്ന് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കായംകുളത്ത് ശക്തമായ കാറ്റിൽ മരം വീണ് യുവാവ് മരിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് 14-കാരൻ പുഴയിൽ മുങ്ങി മരിച്ചു. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ആലപ്പുഴയിൽ കുട്ടനാട്ടിലടക്കം എന്താണ് സാഹചര്യം? എങ്ങനെയായിരുന്നു ഈ അപകട മരണം? വേണുഗോപാലകൃഷ്ണൻ, നിലവിൽ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ്. ആലപ്പുഴ ജില്ലയിലെ ഉൾപ്പെടെ ഇന്ന് സംസ്ഥാനത്താകെ 4 മരണങ്ങളുണ്ടായി. ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് കാരാഴ്മയിൽ 32 വയസ്സുള്ള അരവിന്ദാണ് വീടിന് മുൻപിൽ രാവിലെ പല്ല് തേച്ച് കൊണ്ടു നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന തെങ്ങ് കടപുഴകി അരവിന്ദൻ്റെ ദേഹത്തേക്ക് വീണത്. പിന്നീട് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. നിലവിൽ മൃതദേഹം മാവേലിക്കര താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മറ്റ് അപകട മരണം ഉണ്ടായത് തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലാണ്. തിരുവനന്തപുരത്ത് മുതലപ്പുഴയിൽ ബോട്ട് ശക്തമായ കാറ്റിൽ തിരയിൽപ്പെട്ട് ശക്തമായ തിരയിൽ ബോട്ട് മറിഞ്ഞാണ് ഒരാൾ മരിച്ചത്. പിന്നീട് എറണാകുളം വേങ്ങരയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി, 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. കാസർഗോഡ് ആണ് മറ്റൊരു മരണമുണ്ടായിട്ടുള്ളത്. കാസർഗോഡ് പുഴയിൽ 3 പേർ കുളിക്കാൻ ഇറങ്ങിയതിൽ 2 പേരെ രക്ഷപ്പെടുത്തി. ഒരാൾ ചുഴിയിൽ പെട്ടുപോയി, അയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല. 14-കാരനാണ് അവിടെ മരണപ്പെട്ടത്. അങ്ങനെ സംസ്ഥാനത്ത് ഇന്നാകെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് 4 പേരാണ് ഇന്ന് മാത്രം മരിച്ചത്. ആലപ്പുഴ ജില്ലയിൽ നിലവിൽ മഴ മാറി നിൽക്കുന്നുണ്ട്. കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ മഴയില്ലാത്തത് വലിയ ആശ്വാസമാണെങ്കിൽ പോലും ഈ മറ്റു ജില്ലകളിൽ നിലവിൽ എറണാകുളം, കോട്ടയം ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. കോട്ടയത്ത് കൂടുതൽ മഴ പെയ്താൽ മീനച്ചിലാറ് വഴി കൂടുതൽ ജലം വേമ്പനാട്ടുകായൽ, ഒപ്പം തന്നെ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തിയാൽ അത് വലിയ വെള്ളക്കെട്ടുണ്ടാക്കും. ചെറിയൊരാശ്വാസം തോട്ടപ്പള്ളി പൊഴി മുറിച്ച് അതുവഴി അറബിക്കടലിലേക്ക് മണിമലയാർ, മീനച്ചിലാർ, പമ്പയാർ തുടങ്ങിയ ആറുകളിലെ ജലം ഒഴുക്കി കളയുന്നുണ്ട് എന്നുള്ളതാണ് കുട്ടനാടിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമായ കാര്യം. വേണുഗോപാലകൃഷ്ണൻ. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.